ഹൂ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞല്ല. അക്ഷയപാത്രമല്ല, അതായത് എന്ത് കൊടുത്താൽ എന്ത് ചോദിച്ചാലും ഞാൻ നോക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ പിൻട്രസ്റ്റിൽ ആഡ് ചെയ്ത് ഏത് കളറിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്യും, നമ്മളത് നമ്മളെ വിഷൻ ബോർഡായിട്ട് കണക്ട് ചെയ്തിട്ട് മാസത്തിൽ ഒരു വീഡിയോ പോലും ഇടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐ വാണ്ട് ടു ബി സക്സസ് അല്ലെങ്കിൽ ഐ ആം സക്സസ്ഫുൾ? അപ്പോൾ എന്തിനാണ് വിഷൻ ബോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങളായിരിക്കും ബ്രെയിൻ പിന്നെയും നമ്മൾ ശരിക്കും നമുക്ക് വേണമെന്നുള്ളതാണ്. അതായത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ആ വിഷൻ ബോർഡ്. ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 2025 കഴിയാറായി, 2026 നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2026 ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ വിഷൻ ബോർഡ് എന്താന്ന് പോലും അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. കാരണം നമ്മൾ വിഷൻ ബോർഡിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, വീഡിയോൻ്റെ അവസാനം നമ്മൾ ഒന്നിച്ച് 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2026 കുറേ ഗോൾസ് ഉണ്ട്, കുറേ ഡ്രീംസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ലീച്ചാക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് വിഷൻ ബോർഡ് എന്നുള്ളതാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോൾസിൻ്റെയും നമ്മളെ ഡ്രീംസിൻ്റെ ഒക്കെ ഒരു കളക്റ്റീവ് പിക്ചറായിട്ട് നമുക്ക് വിഷൻ ബോർഡിനെ കണക്കാക്കാം. അതായത് നമ്മൾ ഏതൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പോകണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ആണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ വിഷൻ ബോർഡ് കാണുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ തന്നെ ഇമാജിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ആ വിഷൻ ബോർഡിൽ നമ്മൾ കാണുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നമ്മളെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ എക്സാമിനൊക്കെ നല്ല മാർക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലോയിങ് സ്കിൻ ആയിരിക്കും, ഗുഡ് ഹെയർ ആയിരിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതായത് നമുക്കൊരു നല്ല വായനാശീലം വേണമെന്നായിരിക്കും, ഒരു ഹോബി ചെയ്യണം, പഠിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും, അതിപ്പോൾ എന്തും ആവാം. അങ്ങനെ നമ്മൾ ഒരു ബേസിക് ഔട്ട്ലൈൻ, അതായത് നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആയിത്തീരേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ, അല്ലെങ്കിൽ ഒരു ബേസിക് കളക്ഷൻ ഓഫ് പിക്ചേഴ്സാണ് ബേസിക്കലി വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് വിഷൻ ബോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗോൾസും ഡ്രീംസും ഒക്കെ നമ്മൾ ഈ ഡെയിലി കാണുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ലൈഫ് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ലൈഫ് അച്ചീവ്, അല്ലെങ്കിൽ ആ ലൈഫിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി വിഷൻ ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും വിഷൻ ബോർഡ് എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളതാണ്. വിഷൻ ബോർഡ് ബേസിക്കലി 2 രീതിയിലാണ് വർക്കാവുന്നത്. ഒന്ന് സയൻറ്റിഫിക് രീതിയിലും ഒന്ന് ഇമോഷണൽ രീതിയിലുമാണ് വിഷൻ ബോർഡ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. അതല്ലാണ്ട് സ്പിരിച്വൽ രീതിയിലും പറയുന്ന കുറേ ആൾക്കാരുണ്ട്, സ്പിരിച്വൽ രീതിയിൽ വിശ്വസിക്കുന്നതും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇമോഷണലും സയൻറ്റിഫിക് സൈഡും ആയിരിക്കും. ഇപ്പോൾ സയൻറ്റിഫിക് രീതിയിൽ എങ്ങനെയാണ് വിഷൻ ബോർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ ബ്രെയിനിലേക്ക് ഒരു ദിവസം ഒരു 1000 കണക്കിന് ഇൻഫർമേഷൻസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ബ്രെയിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ വെക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് പോവുകയും ശ്രദ്ധിക്കാണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫിൽട്ടർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളായിരിക്കും ബ്രെയിൻ പിന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നത്. വിഷൻ ബോർഡ് ഉണ്ടാക്കി നമ്മളിങ്ങനെ ഡെയിലി കാണാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബ്രെയിൻ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിട്ട് നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ, നമ്മുടെ ഗോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ബ്രെയിൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും, നമ്മളെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി അതിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. നമുക്കിപ്പോൾ ഒരു ഫോൺ എടുക്കണം എന്ന് വിചാരിച്ചോ, നമുക്കൊരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഒരു ഐഫോൺ എടുക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ ഉണ്ടാവില്ല, നമ്മൾ വിഷൻ ബോർഡിൽ നമ്മൾ ആ ഒരു ഐഫോണിൻ്റെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ള് ഐഫോൺസ് ആയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യിൽ ഐഫോൺസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് മുമ്പ് ഐഫോൺസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലല്ലോ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രെയിൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത്
അത് ബ്രെയിൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്. പക്ഷേ നമ്മൾ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ആ ഒരു പിക്ചർ കാണുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും അതെന്തോ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചുറ്റും വരുമ്പോൾ നമുക്ക് അടുത്തേക്ക് കോൺസെൻട്രേഷൻ പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെന്താ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പം അതാണ് സയൻറ്റിഫിക് രീതിയിൽ പറയുന്നത്. ഇനി ഇമോഷണൽ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. അതായത് നമ്മളെ വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി കാണുമ്പോൾ നമ്മളെ തന്നെ ലൈഫ് ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ട് നമുക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതായത് നമ്മളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ ഡ്രീം ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ്, അതായത് നമ്മളെ കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ ഉള്ളിൽ വന്നിട്ടാകുമ്പോൾ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോൾ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇമോഷണൽ രീതിയിൽ വിഷൻ ബോർഡ് എങ്ങനെ വർക്ക് ആവുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വിഷൻ ബോർഡിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, അതായത് ഞാൻ ഈ ഒരു കൊല്ലത്തേക്കാണ് ഫസ്റ്റ് ടൈം വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അതായത് 2025 ഞാനത് ഫസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എവിടുന്നൊക്കെ കേട്ട അറിവും വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. എൻ്റെ വിഷൻ ബോർഡിൽ ഒരു ഫോട്ടോ ആയിരുന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഞാൻ ഫസ്റ്റ് കൊല്ലം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 2025 കൊല്ലം തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടൊരു ഫോട്ടോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ വെക്കുന്ന ഒരു സാധനമാണ്, ഭയങ്കര പ്രൈവറ്റായിട്ട് വെക്കുന്ന സാധനമാണ്. എൻ്റെ വിഷൻ ബോർഡ് ഇതുവരെ ആരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ, എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ജൂണൊക്കെ ആകുമ്പോൾ എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഫോൺ ട്രെയിനിൽ നിന്ന് വീണിട്ട് നല്ല രീതിയിൽ പൊട്ടി. ഒരാൾ മാമൻ ഗൾഫിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മാമനോടൊരു ഫോൺ കൊണ്ടുവരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാമനോട് പറഞ്ഞു ഒരു ഫോൺ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ സ്പെസിഫിക് ആയിട്ട് കളറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫോൺ എത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫോൺ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ പിൻട്രസ്റ്റിൽ ആഡ് ചെയ്ത് ഏത് കളറാണോ എൻ്റെ ഫോൺ, സെയിം കളറും സെയിം സാധനമാണ് മാമൻ കൊണ്ടുവന്നിട്ടില്ലേ. മാമന് പോലും അറിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും മാമൻ പോലും അറിയുന്നത്, പക്ഷേ മാമൻ അറിയില്ല. അതാണ് ഒരു കാര്യം. പിന്നത്തെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ബാലൻസിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, എനിക്കങ്ങനെ ഏണിങ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയില്ല എന്നുള്ളൊരു പ്ലാനിലാണെന്നുണ്ടായത്. പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു ബാങ്ക് ബാലൻസ് വേണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് വർക്കിന് കയറി ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് സാലറിയും കൂടി എൻ്റെ കിട്ടിയാൽ ഞാൻ എത്ര ബാങ്ക് ബാലൻസ് ആണോ ആഡ് ചെയ്ത് ഏകദേശം അതേ എമൗണ്ട് എനിക്കിപ്പോൾ എൻ്റെ ബാങ്കിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ കോയിൻസിഡൻസ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞാലും എവിടേക്കോ നമ്മളിത് വേണമെന്ന് നമ്മുടെ ഉള്ളിൽ അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നേടിയെടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും ഉണ്ട് എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ ഇട്ടിട്ട് എനിക്ക് നേടിയെടുത്ത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒന്ന് യൂട്യൂബ്, കുറേ കാര്യങ്ങളൊക്കെ നടന്നു, കുറേ കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പം ഞാൻ അത് എൻ്റെ ഒരു 2026 കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വിഷൻ ബോർഡ് തന്നെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക് 2025 വിഷൻ ബോർഡിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വിഷൻ ബോർഡിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അതായത് എന്തിനാണ് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ എന്താ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിൽ കയറും അല്ലെങ്കിൽ ഗൂഗിളിൽ കയറും, വിഷൻ ബോർഡ് നടിക്കും, ഒരു സാധനം വരും, നമുക്ക് കാണാൻ നല്ല രസമുണ്ട്, നമുക്ക് ഭയങ്കര എസ്തറ്റിക്കായിട്ട് തോന്നി അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്യും, നമ്മളത് നമ്മളെ വിഷൻ ബോർഡായിട്ട് കണക്കാക്കും, നമ്മളത് നമ്മളെ ഫോണിൻ്റെ വാൾപേപ്പറോ നമ്മളത് പ്രിൻ്റ് എടുക്കും, നമ്മളത് നമ്മൾ ചുമരിൽ ഒട്ടിക്കും, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞല്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാവരുത്. കാരണം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുന്ന, നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന ഇമേജസ് എല്ലാം അത് വേറെ ആരോ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അല്ലേ. അത് വേറെ ഒരാളെ ഡ്രീംസും വേറൊരാളെ ഗോൾസുമാണ്. അതും നിങ്ങളതുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ, പക്ഷെ നമുക്ക് വേണ്ട കാര്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു ബുക്കിലൊക്കെ എഴുതി, നമ്മൾ ഗൂഗിളിൽ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് അത് നല്ല കൊളേഷൊക്കെ ആക്കി നമ്മളതിൽ കോഡ്സൊക്കെ എഴുതി
ചെയ്ത് വെക്കുന്നതാണോ നല്ലത് അതോ ഗൂഗിളിൽ നിന്ന് ഒന്നെടുത്തിട്ട് ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോക്കുക. പിന്നെ ഇത്ര നമ്മൾ എഫേർട്ടൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബ്രെയിനിനെ നമ്മൾ പിന്നെയും പിന്നെയും ഇത് ഓർമ്മിപ്പിക്കാൻ ചെയ്യുന്നത്, അതായത് ഇതൊക്കെ നമുക്ക് നമ്മളെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസാണ്, ഡ്രീംസാണ് നല്ല കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിനെ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ. കാരണം നമ്മൾ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പലരുടെയും വിഷൻ ബോർഡ് ഫെയിൽ ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവർ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കോളേജിൽ പോകുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, ബാങ്ക് ബാലൻസ് 2 കോടി വേണം എന്നുള്ളത് എഴുതിയാൽ നടക്കുമോ? കാര്യം ഇല്ല. ഇതേപോലെ ഏർണിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിഷൻ ബോർഡിൽ ഇട്ടുകൊടൂ. അങ്ങനെ ഇട്ടാൽ മാത്രമേ അത് സക്സസ് ആവൂ. അതായത് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അക്ഷയപത്രം എന്നുള്ളൊരു സംഭവമല്ല. വിഷൻ ബോർഡ് എന്നുള്ളതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ വിഷൻ ബോർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അത് വർക്ക് ചെയ്യണം. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല, നമ്മളാണ് മാജിക് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് വേണം ആ ഒരു വലിയ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്കുള്ളിൽ നമ്മളൊരു കോൺഫിഡൻസ് വേണം, നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടും, നമ്മളെ കൊണ്ട് ഇത് എടുത്താൽ പൊങ്ങും എന്നുള്ളൊരു തോട്ട് നമുക്ക് വേണം. അല്ലാണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ആർക്കോ കിട്ടി, അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് വേണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഒരിക്കലും നമ്മളെ ലൈഫ് വേറൊരാളെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്തുകൂടാ. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഗോൾസ് തന്നെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു യൂട്യൂബിൽ 4 കൊല്ലമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണ്, അവർക്കിപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ട് മാസത്തിൽ ഒരു വീഡിയോ പോലും ഇടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കൊല്ലത്തിനുള്ളിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടൽ? അതല്ലോ കാര്യം. അതായത് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങുക, നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കൊരു 100K 1 മില്യണോ അങ്ങനെ 1 മില്യണൊക്കെ ഒരു കൊല്ലം കൊണ്ടാവുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് കൂട്ടി കൂടും. നമ്മൾ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ എന്താണ്, ഫോൺ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ ചെയ്യൽ? ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ മാസം ചെറിയ എമൗണ്ട് സേവ് ചെയ്ത് ആ ഒരു എമൗണ്ട് ആകുമ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ ഫോൺ വാങ്ങിക്കും. അങ്ങനെയല്ലേ ചെയ്യൽ? അല്ലാണ്ട് നമ്മളിങ്ങനെ ഫോണിൻ്റെ ഫോട്ടോ ഇട്ടു, മാസം തുടങ്ങുമ്പോൾ നമ്മളെ ഫോണിൻ്റെ ഫോട്ടോ ഇട്ടു, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ഒരു ഉണ്ട്. അതായത് ജനുവരി 1 വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചു, പിന്നെ തിരിഞ്ഞു നോക്കൂല, പിന്നെ അത് ഏടാന്നും കൂടി അറിയില്ല. അങ്ങനെയല്ല, വിഷൻ ബോർഡ് ഉണ്ടാക്കിയാൽ നമ്മൾ ഡെയിലി കാണാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങളിപ്പോൾ ഫിസിക്കലി ആണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഫിസിക്കലി വെക്കലില്ല. കാരണം ഞാൻ എൻ്റെ ഫോണിലും ലാപ്ടോപ്പിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വെക്കൽ. ഞാൻ ഡിജിറ്റലി ആയിട്ടാണ് വെക്കൽ, അല്ലാണ്ട് ഞാൻ പ്രിൻ്റ് എടുത്ത് എവിടെയും ഒട്ടിക്കൊന്നും ചെയ്യലില്ല. കാരണം അതിപ്പോൾ ഒരാളിഷ്ടമാണ്, നല്ലയാളെ കാണിക്കണ്ടേ എന്നുള്ളത്. എനിക്ക് പേഴ്സണലി വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ലൈഫിൽ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈനാണ്. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നവരെ ആരെയും കാണിക്കേണ്ട, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ അവരാരെയും, നമ്മളെ ലൈഫല്ലേ അറ്റ് ലാസ്റ്റ് നമ്മളാണ് അത് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മളതാണ് ജീവിക്കേണ്ടത്. അപ്പോൾ വേറെ ആരും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റിയിട്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ നമ്മൾ ഫിസിക്കലി വെച്ചു, അപ്പോൾ നിന്നെ കൊണ്ടത് പറ്റുമോ, എന്തിനാണ് വെറുതെ എന്നുള്ള കളിയാക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഓക്കെ. പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് തന്നെ പിൻട്രസ്റ്റിൽ കയറി സെർച്ച് ചെയ്യുന്നതിന് പകരം ആദ്യം നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. അതിപ്പോൾ ഒരാൾക്ക് ഓരോ രീതിയിലായിരിക്കും. ബേസിക്കലി ഒരു 5-6 തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട് ശരിക്കും. അതിലൊന്നിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ്, മൂന്നാമത്തത് നമ്മൾ പറയാനാണെങ്കിൽ നമ്മളെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 4ആണെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഗോൾസ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം. മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഷൂ, ഐഫോൺ, പെൻസില്, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ, പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ.
അതല്ലാണ്ട് അഞ്ചാമത്തത് നമുക്ക് എത്ര പൈസ സേവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എത്ര സേവിങ്സ് വേണം, പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതുപോലത്തുള്ള കാര്യങ്ങൾ. ആറാമത്തത് വരുമ്പോൾ നമ്മളെ സോഷ്യൽ ലൈഫ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആമത്തത് നമ്മളെ ക്രിയേറ്റീവ് ഗോൾസ്, നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു 5-6 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചതിന് ശേഷം അതിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യാം. അതായത് നിങ്ങൾ ഹെൽത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആണോ വേണ്ടത്, ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണ് എത്തേണ്ടത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എത്രയാണ് നിങ്ങളെ എയിം, എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ക്രിയേറ്റീവ് ലൈഫാണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ എത്ര, അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ എത്ര അപ്ലോഡ്സാണ് ഉദ്ദേശിക്കുന്നത്, വീഡിയോയിൽ എത്ര ഷോർട്സ് ഇടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടും എന്നുള്ള ഗോൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കിത് 1 കൊല്ലം കൊണ്ട് സാധിക്കാൻ പറ്റുമോ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഗോള് നമുക്ക് 1 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം. ഇപ്പോൾ ഒരു എക്സാമ്പിള്, നിങ്ങൾക്കിപ്പോൾ 16 വയസ്സാണ്, നിങ്ങൾ കാർ ഓടിക്കുന്ന ഒരു ചിത്രമാണ് വിഷൻ ബോർഡിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണം വണ്ടി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കതൊരു 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നിങ്ങൾക്ക് 16 വയസ്സായതേ ഉള്ളൂ. 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് 17 വയസ്സാവതേ ഉള്ളൂ, 17 വയസ്സാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവില്ല, നിങ്ങൾ ലീഗലി കാർ ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പോൾ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അതേപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, 10K സബ്സ്ക്രൈബേഴ്സ് ആവണം. അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് അച്ചീവ്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളെ കൊണ്ട് 1 കൊല്ലത്തിൽ സുഖമായിട്ട് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യെസ്, നമുക്കത് 1 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, ശരിക്കും നമുക്ക് വേണമെന്നുള്ളതാണ്. അതായത് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണോ, നമ്മളെ ലൈഫിൽ അത് വേണോ എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഇപ്പോൾ ഓൾറെഡി അണ്ടർ വെയ്റ്റുള്ള ഒരാളാണെങ്കിൽ പിന്നെയും വെയിറ്റ് ലോസ് എന്നുള്ള കാര്യം അവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും വേണമെന്നുള്ള കാര്യം കൂടി നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്സ് എടുക്കാൻ റെഡിയാണോ, നമ്മൾ ആ ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എഫേർട്ട് ഇടാൻ റെഡി ആവുമോ എന്നുള്ള കാര്യം കൂടി നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് 1 കൊല്ലത്തിനുള്ളിൽ സ്വിമ്മിങ് പഠിക്കണം, അല്ലെങ്കിൽ സ്വിമ്മ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഗോളെങ്കിൽ, തീരെ നീന്താൻ അറിയാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വിമ്മിങ് ക്ലാസ്സിന് പോകണം എന്നുള്ളൊരു എഫേർട്ട്, അങ്ങനെ അത്രയെങ്കിലും എടുക്കാൻ റെഡിയാണെന്നുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ സ്വിമ്മിങ് ഒരു ഗോളായിട്ട് വെക്കാൻ പറ്റൂ. നീന്താൻ അറിയാത്ത ഒരാളാണ്, നീന്തൽ പഠിക്കാൻ പോകാനും പറ്റൂല, പക്ഷെ നീന്തണം എന്ന് പറഞ്ഞാൽ നടക്കും? ഇല്ല. അപ്പോൾ ഇതാണ് 3 ചോദ്യങ്ങൾ. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ഉത്തരം കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവാം, അതായത് നമുക്കിത് റിയലിസ്റ്റിക് ഗോൾസ് ആണോ, നമ്മുടെ ലൈഫിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, നമുക്കിത് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ 2026 വിഷൻ ബോർഡാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവർക്കും എന്തായാലും ഒരു വിഷൻ ബോർഡ് വേണം. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഗോൾസ് എന്നുള്ളത് എന്തായാലും നമുക്കൊരു ബോധം വേണം, എന്നാലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കിനി അടുത്തത് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കും പേപ്പറും എടുക്കുക. ബുക്കും പേപ്പറും എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറീസിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യാം. അതായത് കാറ്റഗറീസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഹെൽത്ത് ഉണ്ട്, പിന്നെ അതേപോലെ നമ്മളെ എഡ്യൂക്കേഷൻ കരിയർ റിലേറ്റഡ് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് നമ്മളെ സോഷ്യൽ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ മണി സേവിങ്സ് അങ്ങനെ വരുന്നുണ്ട്, പിന്നെ അതല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാറ്റഗറീസ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഏരിയ അതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ഗോൾസ് എന്നുള്ളത് മെയിനായിട്ട് അത് എഴുതി വെക്കാം. ഫസ്റ്റ് അത് എഴുതി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു 2-3 മെയിൻ ഗോൾസ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് എഴുതും. അതായത് ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതാം.
പിന്നെ അതല്ല നിങ്ങൾക്കൊരു ഷൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ഷൂ ആണെന്നുള്ളത് അത് അവിടെ എഴുതി വെക്കാം. പിന്നെ അതേപോലെ അടുത്തത് എന്താ, നിങ്ങളിപ്പോൾ സോഷ്യൽ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ വെച്ച് ട്രിപ്പ് പോകാനാണോ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സാണ്, എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടി എഴുതി വെക്കാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ മണീൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര പൈസ സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. പിന്നെ അടുത്തൊരു യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു കൊല്ലത്തിൽ വേണം എന്നുള്ള കാര്യങ്ങളും കൂടി എഴുതി വെക്കാം. അങ്ങനെ ഓരോ കാറ്റഗറീസിൻ്റെ അടിയിലും സബ് കാറ്റഗറീസ് എഴുതുമ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഭയങ്കര ജനറലായിട്ട് എഴുതാണ്ട് സ്പെസിഫിക് ആയിട്ട് എഴുതുക. അതായത് ഇപ്പോൾ ഹെൽത്തിലാണെങ്കിൽ വെയിറ്റ് ഗെയിനാണെങ്കിൽ എത്ര വെയിറ്റാണ് നിങ്ങൾക്ക് എത്തേണ്ടത് എന്നുള്ളത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിൻട്രസ്റ്റോ ഗൂഗിളോ എടുക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക, ഞാൻ നിങ്ങളോടും പറയാം, പിൻട്രസ്റ്റ് ചൂസ് ചെയ്യണം എന്നാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി നല്ല ഇമേജസ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും, നമുക്കതിന് നമുക്കുള്ള ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പിൻട്രസ്റ്റിൽ കയറിയതിന് ശേഷം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സബ് ടോപ്പിക്സൊക്കെ അതിൽ സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് നിങ്ങൾ എഴുതിയ സബ് ടോപ്പിക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതൊക്കെ നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യുക. ഗാലറിയിൽ ഒരു പെർട്ടിക്കുലർ ഫോൾഡറൊക്കെ ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം അത് അവിടെ വെക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഡിജിറ്റലി നിങ്ങളെ വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതായത് നിങ്ങളെ ഫോണിന് വാൾപേപ്പറായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ടോ നിങ്ങളെ ഐപാഡിൻ്റെയോ ടാബ്ലറ്റിൻ്റെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഫിസിക്കലി ആണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ അത് ഒട്ടിക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റലി വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ ആക്കി ക്യാൻവയിലാണ് കൂടുതൽ നല്ലത്. ക്യാൻവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്ത് അത് ആ ഇമേജസൊക്കെ ഇപ്പം ഫോണിൻ്റെ വാൾപേപ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലും ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലും പേജ് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഒരു നല്ല ലേഔട്ടൊക്കെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് കോഡ്സും അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ കോഡ്സ് ഉണ്ടാവും. അതായത് ഐ വാണ്ട് ടു ബി സക്സസ് അല്ലെങ്കിൽ ഐ ആം സക്സസ്ഫുൾ ആൻഡ് ഐ ആം ദ വിന്നർ, ഐ ആം ദ ക്ലാസ് ടോപ്പർ, അങ്ങനെ കുറച്ച് കോഡ്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ നടുവിൽ 2026 എന്നുള്ളൊരു പിക്ചറും കൂടി ആഡ് ചെയ്തിട്ട് ദിസ് ഇസ് മൈ ഇയർ എന്നുള്ളതൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതല്ലാണ്ട് ഇനിയിപ്പോൾ ഫിസിക്കലി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇതേപോലെ ഡിജിറ്റലി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് മാത്രം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ചാർട്ടിൽ ഇതേപോലെ ഒട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലേഔട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇതേ പറഞ്ഞ പോലെ അഫർമേഷൻസും അല്ലെങ്കിൽ കോഡ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഐ പ്ലീസിങ് ആയിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത്. വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വിഷൻ ബോർഡ് ഡെയിലി നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി നമ്മളെ ഗോൾസ് കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ലൈഫ് ആ ഒരു രീതിയിൽ ആലോചിക്കുകയും നമ്മളെ ഉള്ളിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് വിഷൻ ബോർഡ് പറയുന്നത്. അപ്പോൾ വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി കാണുമ്പോൾ നമ്മളെ ബ്രെയിൻ ആ ഒരു ഗോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. നമ്മൾ അത് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബ്രെയിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അല്ലെങ്കിൽ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് വിഷൻ ബോർഡ് ഡെയിലി കാണുന്നിടത്ത് വെക്കണം അല്ലെങ്കിൽ ഡെയിലി കണ്ടുകൊണ്ട് നിൽക്കണം എന്നുള്ളത് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടി നമുക്ക് കിട്ടും. അതായത് എത്രയാണ് എത്തേണ്ടത്, നമ്മൾ എത്ര എഫേർട്ട് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് വിഷൻ ബോർഡ് വരുമ്പോൾ കിട്ടും. നമുക്ക് എങ്ങനെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ ഒരു മാജിക് ഒന്നുമല്ല. പെട്ടെന്ന് നമ്മളൊരു ഫോട്ടോ അതിലേക്ക് ഇട്ടു, പിന്നെ അത് പിറ്റേ ദിവസം നമുക്കത് കിട്ടി എന്നുള്ളതല്ല വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്നുള്ളത് മാജിക് അല്ല, ശരിക്കും നമ്മളാണ് മാജിക് ചെയ്യുന്നത്. അതായത് ആ ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മളെ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഹാബിറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യും.
നമ്മൾ ചെറിയ ചെറിയ എഫേർട്ടൊക്കെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് വിഷൻ ബോർഡ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ സക്സസ് ആവാനില്ലേ അല്ലെങ്കിൽ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡെയിലി 10 മണിക്ക് എണീക്കുന്ന ഒരാളാണ് ഗോൾ എന്നുള്ളത് രാവിലെ 6 മണിക്ക് എണീക്കുക എന്നുള്ളതാണെങ്കിൽ 10 മണിക്ക് എണീക്കുന്ന ഒരാൾ പിറ്റേ ദിവസം തന്നെ 6 മണിക്ക് എണീക്കുകയല്ല ചെയ്യുന്നത്. പകരം 10 മണി എന്നുള്ളത് 9 മണിയാക്കുക, 8 മണിയാക്കുക, 7 മണിയാക്കുക, അങ്ങനെ 6 മണിയാക്കുക. അങ്ങനെ ഒറ്റയടിക്ക് ആ ഗോൾ എത്താണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ഹാബിറ്റ്സ് ആണ് നമുക്ക് ആ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായി നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാന്നുള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമ്മളെ വിഷൻ ബോർഡ് ഡെയിലി നോക്കണം, ഡെയിലി കാണണം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളെ വിഷൻ ബോർഡ് എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിരിക്കണം, ഭയങ്കര ക്ലീൻ ആയിരിക്കണം. നമുക്ക് ഓരോരോ ഗോളും കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവണം അതെന്താന്നുള്ളത്. അല്ലാണ്ട് കുറേ ചിത്രങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഇമേജ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എന്താണെന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാമെന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും കോൺഫിഡൻസും ഒക്കെ നമ്മളെ ഉള്ളിൽ വേണം. പിന്നെ ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വലിയ വലിയ സ്റ്റെപ്സ് എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ചെയ്തുകൂടാന്നുള്ള കാര്യങ്ങൾ, ഒന്നാമത്തത് നമുക്ക് കുറേ ഗോൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫിൽ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം ആഡ് ചെയ്യുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് മാത്രം ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക. അതായത് സ്കൂളിൽ പോകുന്ന ഒരാളാണ് 2 കോടി എന്നൊന്നും എഴുതി വെക്കരുത് സേവിങ്സ് ആയിട്ട്. അതൊന്നും നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യരുത്. പിന്നെ മൂന്നാമത്തത് പറയുന്നത്, ബാക്കിയുള്ള ഒരാളായിട്ട് കമ്പയർ ചെയ്യരുത്. അവരുടെ ഗോൾസും അവരുടെ ഡ്രീംസും ഒന്നുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മളെ കൊണ്ട് എന്താണോ നേടിയെടുക്കാൻ പറ്റുന്നത് അത് മാത്രം ആഡ് ചെയ്യുക. നാലാമത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളെ എഫേർട്ടൊന്നും ഇടാണ്ട് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മളെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ വിഷൻ ബോർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വിഷൻ ബോർഡ് എന്തായാലും നിങ്ങൾ 2026 ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ലേറ്റ് ആവാണ്ട്. പിന്നെ അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോടും വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.